Guys, once again, welcome back to my YouTube channel Accounting Legend. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുൻ സ്ലൈഡിൽ നമ്മൾ കണ്ടത് ഏതൊക്കെയാണ് ഒരു ഏഷ്യൻ ഇന്ത്യയിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മേജർ ബിസിനസ് പ്ലേസുകൾ ഏതെല്ലാമാണ്, അവിടുത്തെ ഓരോ ബിസിനസ് ആക്ടിവിറ്റികൾ ഏതെല്ലാമാണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യവും മറ്റു രാജ്യവുമായി തമ്മിൽ ബിസിനസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകൾ ഏതെല്ലാമാണ് കഴിഞ്ഞ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റികളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റി എന്തെല്ലാമാണ്. ദാറ്റ് ഈസ് ഒരു മനുഷ്യൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികൾ എന്തെല്ലാമാണ്, ഇതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബിസിനസ് വ്യൂ പോയിന്റിൽ അല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടല്ലാതെ നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്, അതായത് നമ്മൾ ഓരോരുത്തരും നിത്യ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ മൊത്തം ആക്ടിവിറ്റി, ഈ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളെയും കൂടി നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. ആ ഒരു രണ്ട് പാർട്ടിനെ കുറിച്ച് ഡിസ്കഷനാണ് നമ്മളിവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു കാറ്റഗറീസ്. മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതെല്ലാമാണ് ഈ രണ്ട് കാറ്റഗറി, അതിന്റെ പ്രത്യേകതകൾ എന്തെന്ന് നോക്കാം. നമുക്കിവിടെ മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറിയാണുള്ളത്. നമ്പർ 1 എന്ന് പറയുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നമ്പർ 2 എന്ന് പറയുന്നത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? ദാറ്റ് ഈസ് ഹ്യൂമൻ ആക്ടിവിറ്റിയിലെ രണ്ട് ആക്ടിവിറ്റിയിലെ നമ്പർ 1 എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്, ഇതിന് ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്ക് വേണം. ദാറ്റ് ഈസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചൊരു ബേസിക് ഐഡിയ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ട് വരുന്നു. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി മീൻസ് ആൻ ആക്ടിവിറ്റി വിച്ച് അണ്ടർടേക്കൺ ബൈ പീപ്പിൾ with the object of earning money are known as economic activity. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഇതൊരു ആക്ടിവിറ്റിയാണ്, ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതിന്റെ എൻഡ് ലക്ഷ്യം വിത്ത് ആൻ ഒബ്ജക്ട് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിംഗ് മണി ഏൺ ചെയ്യാൻ വേണ്ടി ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നുണ്ട്, നമ്മൾ ബിസിനസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ഒരു ആക്ടിവിറ്റിയാണ്. ഇതെല്ലാം ഇതിന്റെ മോണിറ്ററി ടേംസ് ആണ്, ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ആക്ടിവിറ്റികളും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ദ പർപ്പസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ടു ഏൺ മണി which is used for the further creation of wealth and asset. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, മണി ഏൺ ചെയ്യുന്നു. ഈ മണി ഏൺ ചെയ്തതിന് ശേഷം നമ്മളുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, അതുപോലെ നമ്മുടെ അസറ്റ്, നമ്മുടെ ആസ്തി ഇൻക്രീസ് ചെയ്യുകയാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ വെൽത്തും അതുപോലെ നമ്മുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഒറ്റ ലക്ഷ്യത്തിലൂടെ. ഏതൊരു ആക്ടിവിറ്റി ചെയ്താലും ഇതിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു എക്കണോമിക് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലോയർ, ഒരു വക്കീൽ പണി ചെയ്യുന്നു. ദാറ്റ് ഈസ് വക്കീൽ എന്ത് ചെയ്യുന്നു, അവരുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നു. അത് ഒരു ആക്ടിവിറ്റിയാണ്. ദാറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. വർക്കിംഗ് ഇൻ എ സ്കൂൾ, എന്താണ്, ഒരു ടീച്ചർ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, ഇതാണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഡോക്ടർ, ക്ലർക്ക്, ഡെയിലി വർക്കേഴ്സ്, ഇങ്ങനെ ഓരോ ആക്ടിവിറ്റി, ഓരോ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ കഴിവ്, അവരുടെ ക്വാളിറ്റി അനുസരിച്ച് ഓരോ ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യുന്നു. ഈ ഓരോ ആക്ടിവിറ്റിയുടെയും മെയിൻ ആൻഡ് ഇമ്പോർട്ടന്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ടു ഏൺ മണി എന്ന് തന്നെയാണ്. ഈ മണി ഏൺ ചെയ്തുകൊണ്ട് അവരുടെ അസറ്റ്, അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് മനസ്സിൽ കണ്ട് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയെ നമുക്ക് ഏത് കാറ്റഗറിയിൽ കൊണ്ടുവരാം, എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് നമുക്ക് കൊണ്ടുവരാം. സെക്കൻഡ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി? ദാറ്റ് ഈസ് എക്കണോമിക് ആക്ടിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് ഇവിടെ നോക്കാം. Then activity which are undertaken by an individual with a motive of getting psychological satisfaction or out of sentiments or out of religious obligations are known as economic activity. എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റിയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഏണിംഗ് മണിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ഈ ഏണിംഗ് മണി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺ എക്കണോമിക് ആണ്, സാമ്പത്തികപരം അല്ല ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തോ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്താണ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ? ദാറ്റ് ഈസ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടുന്ന് എന്ത് വേണ്ട, മോണിറ്ററി ടൈംസ് ഒന്നും വേണ്ട, നമ്മുടെ മൈൻഡിന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ദാറ്റ് ഹ്യൂമൻ ബീങ്സ് അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് കൊണ്ടുവരിക. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മ നമുക്ക് എന്ത് ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കി തരുന്നു. ദാറ്റ് ഈസ് മദർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു. ഈ ഫുഡ് ഉണ്ടാക്കി തരുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, അമ്മയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്താണ്, മക്കൾക്കും സ്വന്തം ഭർത്താവിനും നല്ല ആഹാരങ്ങൾ പാചകം ചെയ്തു കൊടുക്കുന്നത്. ഇതൊരു ആക്ടിവിറ്റിയാണ്, ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ അവരുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ അമ്പലങ്ങളിൽ പള്ളികളിലും അല്ലെങ്കിലും നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതും ഒരു ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ ഇതും ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന ഒരു നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇങ്ങനെ ബേസിക് ആയിട്ട് ഹ്യൂമൻ ബീങ്സിന്റെ ആക്ടിവിറ്റികൾ നമ്മൾ ബേസിക് ആയിട്ട് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നമ്പർ 2 എന്ന് പറയുന്നത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. മണി ഏൺ ചെയ്യാൻ വേണ്ടി എന്ത് പ്രവൃത്തി ചെയ്താലും ഇതിനെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം ആക്ടിവിറ്റികൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ കൊണ്ടുവരാം? നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ കാറ്റഗറിയിലോട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും അല്ലെ. ബിസിനസ് എന്ന് പറയുന്നത് അത് എക്കണോമിക് ആക്ടിവിറ്റി ആണോ അതോ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണോ? ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് ആൻ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് തരം സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത്, ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സമയമെടുത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ എല്ലാവർക്കും